ശരിയാണ്. ഞാൻ ഈ ഡച്ച് രേഖകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ സാർ സൂചിപ്പിച്ച നെതർലാൻഡിലുള്ള ഡോക്യുമെൻറ്റ്സ് പുസ്തകമായി എന്ന് പറയുന്നതിനെക്കുറിച്ച് അല്ല ഞാൻ പറയാം. ചെന്നൈ ആർക്കൈവ്സിലുള്ള പ്രസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1642 ഫയലുകൾ, അതൊരു വെറും 30 കൊല്ലം, കഷ്ടി 30 കൊല്ലത്തിന് അപ്പുറത്താണ് ലീഡൻ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ വന്ന് ഡിജിറ്റൈസ് ചെയ്ത് ഡിസ്കായി കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല അതിന് സമാനമായ ഒന്ന് നെതർലാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര എക്സ്പെൻസീവായൊരു കാര്യം അവർ ചെയ്യേണ്ടതില്ല. മറ്റൊന്ന്, ഞാനീ പരിശോധിച്ചതിലുള്ള 1642 ഫയലുകളിൽ 31 ഫയലുകൾ ഈ രേഖകൾക്കൊരു വിശേഷമുള്ളത് കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. ഇത് കൊച്ചിയിലെ ഡച്ച് കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ ബ്രിട്ടീഷുകാർ ഡച്ച് കോട്ട കീഴടക്കിയപ്പോൾ അവരുടെ കയ്യിൽ വന്നതാണ്. അത് ബ്രിട്ടീഷുകാർ അന്നത്തെ ഗവർണറുടെ റെക്കോർഡ് ഓഫീസായ ചെന്നൈ ആർക്കൈവ്സിൽ വച്ച് കാറ്റിനും ഇൻഡെക്സ് തയ്യാറാക്കി അതൊരു ആധുനിക തരത്തിലുള്ള ഫയലുകളാക്കി മാറ്റുന്നുണ്ട്. അതൊക്കെ വളരെ അടുത്തായിരിക്കണം, ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെപ്പോഴോ ഒക്കെ ആയിരിക്കാം. ഇതിൽ വരുന്നത് 17, 18, 19 ഈ 3 നൂറ്റാണ്ടുകളിലെ 168 കൊല്ലത്തെ ഫയലുകളാണിത്. ഇത് നെതർലാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്രയും ശ്രമകരമായൊരു ജോലി ചെയ്യേണ്ടതില്ല. മാത്രമല്ല, ഈ ഡിജിറ്റൈസ് ചെയ്ത് ലീഡൻ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഫയലുകളിൽ നിന്ന് 31 സ്ലേവറി ഫയലുകളിൽ നിന്ന് ഒരു ഫയൽ ഉപയോഗിച്ച് 2016 ഒരു UK സ്കോളറും ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡി സ്കോളറും ചേർന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിലുണ്ട്. ആ ഒരു പേപ്പറേ ഉള്ളൂ ഈ ഡച്ച് രേഖകൾ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഓൺലൈനിൽ കിട്ടാനുള്ള ഒരേ ഒരു പേപ്പർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിന് സമാനമായ ഒരു സെറ്റ് ആവില്ല നെതർലാൻഡിലുള്ളത്. അവിടെ മറ്റ് കാര്യങ്ങളുണ്ടാവാം. ഇത് ഇവരുടെ ഡച്ച് ഭരണകാലം ഉൾപ്പെടുന്ന 168 കൊല്ലത്തെയാണ്. ആ ഭരണകാലം കഴിഞ്ഞിട്ട് വരുന്ന കാലം കൂടി ഈ ഫയലുകളിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാവാം. ഇത് ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈനംദിനമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ റെക്കോർഡിംഗ് ആണത്. അതെ അതെ. ഇതിനകത്ത് സ്ലേവറിയെക്കുറിച്ചുള്ളത് വിശേഷമായിട്ട് പറയേണ്ടതുണ്ട്, മറ്റ് അനുദിന ഭരണ കാര്യങ്ങളെക്കുറിച്ചുള്ളത്. ഇത് കേരളത്തിലുള്ള റീജിയണൽ ആർക്കൈവ്സിലുള്ള 90 ഫയലുകളോ ഒന്നും ആകാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി എന്തോ ആവട്ടെ, ഇത് ജെന്യുവിൻ ആയതുകൊണ്ടാണ് ആ 2 സ്കോളേഴ്സിന് ഈ ചെന്നൈ ആർക്കൈവ്സിൽ നിന്ന് ഡിജിറ്റൈസ് ചെയ്ത് ലീഡൻ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ ബാങ്കിലുള്ള ആ ഫയലുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് വന്നാലും നമുക്കിത് പരിശോധിച്ചേ പറ്റൂ. ഇത് ജെന്യുവിൻ ആണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം മറ്റെങ്ങും ഇത് പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് കൊച്ചിയിൽ നിന്ന് കയറ്റുമതി ചെയ്ത സ്ലേവ്സ് ചെറിയ പ്രായം 2 വയസ്സ് മുതൽ വളരെ ഒരു മിഡിൽ ഏജ് വരെയുള്ള ആളുകളുടെ വിവരങ്ങൾ വിശദമായി അതിനകത്തുണ്ട്. പേര്, അവർക്ക് അഡോപ്റ്റ് ചെയ്ത അവരുടെ കൺവെർട്ട് ചെയ്തിട്ടതിന് ശേഷമുള്ള പേരുകൾ, നാട്, ഇവരെ കൊണ്ടുവന്ന ഏജൻറ്റിൻ്റെ പേരായിട്ടുള്ള നാട്, ഇങ്ങനെ അങ്ങേറ്റം വിശദാംശങ്ങളുള്ളതാണ് ഈ സ്ലേവ് ട്രേഡ് സംബന്ധിച്ചുള്ള ഈ ഫയലുകൾ. മാത്രമല്ല ഇതിന് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ പോലെ തന്നെ നായർ വിഭാഗവും ഒക്കെ നല്ല സംഖ്യ അവിടെ വരുന്നുണ്ട്. ഞാനൊരു 5000-ഓളം പേജുകൾ ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ വലിയൊരു വിവരങ്ങളാണ് പുതിയതായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരിക്കാൻ ഇടയില്ലാത്ത ഫയലുകളാണെന്ന് ഞാൻ കരുതുന്നു. എന്തോ ആവട്ടെ, നമ്മുടെ കയ്യിലുള്ള ഈ പ്രസ് ലിസ്റ്റും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡിസ്കായിട്ട് നമുക്ക് പ്ലേ ചെയ്യാവുന്ന തിരുവനന്തപുരം ഡയറക്ടറേറ്റിലുള്ള ഫയലുകളും, പിന്നെ സാറ് നേരത്തെ പറഞ്ഞ ആ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു വർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് വെച്ചൊരു പരിശോധന നടത്തിയാൽ നമുക്കറിയാം ഇത് ജെന്യുവിനാണോ അതല്ല പുതിയതാണോ എന്നുള്ളത്.
ഇത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും 6-7 കൊല്ലത്തെ അധ്വാനത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് ശേഷമാണ് ആ ഡിസ്കുകൾ നമ്മുടെ ഡയറക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. അത് ഇത് വെച്ചും ഈ ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന കുട്ടികളെ ഉപയോഗിച്ചിട്ടും അവരുടെ സഹായത്താലേ ഇത് ചെയ്യാവുന്നതാണ്. അവർക്ക് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാം. ഈ 1642 ഫയലുകളും സാർ നേരത്തെ പറഞ്ഞ പ്രിൻ്റ് ചെയ്ത വർക്കും കൂടി വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. ഇത് ജെനുവിൻ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു UK സ്കോളറും ഒരു സൗത്ത് ഇന്ത്യൻ സ്കോളറും കൂടി ചേർന്ന് എഴുതിയ ആർട്ടിക്കിളിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തൊരു വർക്ക് അവരെന്തുകൊണ്ട് കണ്ടില്ലെന്നാണ് എനിക്ക് സംശയം. കാരണം അവർ ഈ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡാറ്റാ ബാങ്ക് ഉപയോഗിച്ച് ചെന്നൈയിലുള്ള അതേ ഫയലാണ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ പ്രിൻ്റ് ചെയ്തൊരു വർക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതെന്തോ ആവട്ടെ, ഇതെല്ലാം വെരിഫൈ ചെയ്യാം. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വത്താണത്. ഈ 1.25 നൂറ്റാണ്ടിൻ്റെ നമ്മുടെ നാടിൻ്റെ ചരിത്ര കൃതികളിൽ വരാതെ പോയ വിവരണങ്ങളാണത്. അത് അടിയന്തരമായി നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ എഴുതപ്പെട്ട പഴയ കൃതികളിലൊന്നും ഇത്തരമൊരു കളക്ഷനെക്കുറിച്ച് ഒരു ഡച്ച് പാതിരിയുടെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കേരള ഹിസ്റ്ററിയും കൊച്ചി ചരിത്രവും എഴുതിയ പത്മനാഭമേനോൻ്റെ പുസ്തകത്തിൽ പോലും ചെന്നൈ ആർക്കൈവ്സിൽ ഇങ്ങനൊരു ശേഖരമുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. അത് വളരെ അത്ഭുതകരമാണത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ശരിക്കും വില പറയാൻ പറ്റാത്ത വലിയൊരു സമ്പത്താണ്. അത് കൊച്ചി മാത്രമല്ല, തിരുവിതാംകൂർ മാത്രമല്ല, മലബാർ മാത്രമല്ല, ദക്ഷിണേന്ത്യയും മുഗൾ രാജകൊട്ടാരം വരെയുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ ഇൻഡെക്സ് നോക്കിയാൽ അറിയാം. അതായത് ഇന്ത്യയുടെ ആ 168 കൊല്ലത്തിൻ്റെ ഹിസ്റ്ററി ഇതില്ലാതെ പൂർണ്ണമാവില്ല. ഇത് അത്യാവശ്യം ഇതൊന്ന് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നമ്മൾ അടിയന്തരമായി അത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ ഡയറക്ടറേറ്റിൽ പ്ലേ ചെയ്ത് കാണാം. അവിടുത്തെ കമ്പ്യൂട്ടറിലുണ്ട് ഈ ഡിസ്കവറി. അതിനോട് കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് നോക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് സ്കോളേഴ്സിന്. അതിനൊരു മുൻകൈ എടുക്കുക എന്നുള്ളതാണ് സാറിനെ പോലെ. സാറ് മുൻകൈ എടുത്താൽ അത് ആവണം. കാരണം വേറൊരാൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരാളിപ്പോൾ നമുക്കുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. സാറ് തന്നെ അതിൻ്റെ മുൻകൈയിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ